The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I've made it innocent, a feel of discontent. I'm only facing it all. ഹലോ എവരിവൺ. അപ്പം ഞങ്ങളുടെ ഇമ്മിഗ്രേഷൻ ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പം ഇമ്മിഗ്രേഷൻ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ തിരിച്ച് സിഡ്നിയിലോട്ടാണ് പോകുന്നത്. ഇമ്മിഗ്രേഷൻ കുറേ നേരമായിട്ട് തിരക്കായിരുന്നു ഇമ്മിഗ്രേഷൻ്റെ അവിടെ. കാരണം ബയോമെട്രിക്സിൻ്റെ അതൊന്നും നടക്കണില്ല. എന്തൊക്കെയാണ് ഇതിലൊക്കെ എത്ര ബെറ്ററാണ് നമ്മുടെ കൊച്ചിയുടെ ഇതൊക്കെ എയർപോർട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതെന്തുവാണ് പെർഫ്യൂംസ്. ഞാനീ പെർഫ്യൂംസ് എൻ്റെ വീക്ക്നെസ്സാണ്. ഡിഫറെൻറ്റ് പെർഫ്യൂംസ് ഓരോ ഇത്. ഞാൻ പറഞ്ഞു വന്നത് ഇമ്മിഗ്രേഷനെല്ലാം കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ ഇച്ചിരി ഇഷ്യൂ ഉണ്ടായി. എന്നോട് രണ്ടാമത് പിന്നെയും ചെയ്യാൻ പറഞ്ഞു. ആദ്യം എന്നോട് പറഞ്ഞു ലാപ്ടോപ്പും ഐപാഡും ലാപ്ടോപ്പിൻ്റെ ചാർജറും മാത്രം എടുത്ത് വെച്ചാൽ മതി, അത് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പം അവർ എൻ്റെ ബാഗ് ഇത് ബീപ്പ് ചെയ്യാൻ തുടങ്ങി അവരുടെ ആ സ്കാനറിൻ്റെ അകത്ത് കൂടി പോയപ്പോഴേ. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു ഇത് ആരുടെ ബാഗാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇതൊന്നും എടുത്തു വെച്ചില്ല, സാധനങ്ങളൊന്നും എടുത്തു വെച്ചില്ല. ഞാൻ പറഞ്ഞു എടുത്തു വെച്ചു. എന്നോട് പറഞ്ഞ് ലാപ്ടോപ്പും ഐപാഡും പിന്നെ അതിൻ്റെ ചാർജറും പവർ ബാങ്കും മാത്രമേ എടുത്തു വെക്കാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ പിന്നെ അത് എടുത്തു വെച്ചിട്ട് അവർ പറഞ്ഞു ഇല്ല ഇതിൻ്റെ അകത്ത് കുറേ വേറെ ഇലക്ട്രോണിക്സ് ഉണ്ട്, അതെല്ലാം എടുത്തു വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതെന്നെ ആദ്യം പറയണ്ടേ. പറഞ്ഞു അല്ല ഇത് അൺയൂഷ്വൽ ആയിട്ടുള്ള. ഞാൻ പിന്നെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു എന്നോട് അവർ. ഞാൻ പിന്നെ പറഞ്ഞു ക്യാമറ ഉണ്ട്, ക്യാമറയുടെ മൈക്കുണ്ട്, പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്, പവർ ബാങ്ക് ഇതെല്ലാം വേറെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് ലാപ്ടോപ്പിന് വേണ്ടിയിട്ടുള്ള മൗസ്, ഇതൊക്കെയായിരുന്നു ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത്. പിന്നെ SSD ഇതെല്ലാം എന്നെക്കൊണ്ട് വേറെ ട്രെയിൽ പിന്നെയും ഊരി വെപ്പിച്ചു. ഈ പെർഫ്യൂംസിൻ്റെ ഇവിടെ ഞാൻ കാണിക്കാം. എനിക്ക് കുറേ ഇതായിട്ടുള്ളതാണ്. ഹെയർ കട്ട് പൊളിയാണ്. അർമാനിയുടെ ഇത് ഞാൻ കാണിക്കാവേ. ഈ പെർഫ്യൂം ഇല്ലേ, ഇത് ഞാൻ ഡാഡിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. ഇത് ഡാഡിന്, പപ്പായുടെയും മമ്മിയുടെയും ഇപ്പം ഇതായിരുന്നു എന്തുവാ പറയുന്നത്, വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പം ഞാൻ ഈ അർമാനിയുടെ ഈ പെർഫ്യൂം ഗിഫ്റ്റ് ചെയ്തായിരുന്നു ഡാഡിന് വേണ്ടിയിട്ട്. പിന്നെ മമ്മിയുടെ വാച്ച് ഒരെണ്ണം മിസ്പ്ലേസ് ആയി പോയായിരുന്നു. അപ്പം മമ്മിക്ക് വേണ്ടിയിട്ടൊരു വാച്ചും മേടിച്ചു. അങ്ങനെ പക്ഷേ നല്ല പെർഫ്യൂമാണിത്. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ് ഈയിടെ ആയിട്ട്. അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഒരു ദിവസം യൂസ് ചെയ്യും, അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുക. സോ യെസ്, ദിസ് വൺ ഐ ലൈക്ക് ഇറ്റ്. പിന്നെ എന്താണ്, പിന്നെ വേറെ ആ ഒരു പെർഫ്യൂം ഷനലിൻ്റെ, അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ട്രൈ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ട്. എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് ഒരാൾ. അപ്പോൾ പിന്നെ ഞാൻ അതിപ്പോൾ യൂസ് ചെയ്യല്ല, പിന്നെ സേവിങ് ഫോർ ദ ബെസ്റ്റ് മൊമെൻറ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ട് വെച്ചേക്കുവാണ്. ഇതൊരെണ്ണം മേടിക്കണം, ഒരു ദിവസം മേടിക്കും. യെസ്. അപ്പോൾ പറഞ്ഞ പോലെ ഇനിയിപ്പം ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. എൻ്റെ ഗേറ്റ് നമ്പർ 68 ആണ്. ആ ഗേറ്റിൽ അത് ഇവിടെ അടുത്തായിട്ട് തന്നെ ഉള്ളൂ. കുറേ പെർഫ്യൂംസ് ഉണ്ട്. പിന്നെ ഈ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ, ഇതും നല്ലതാണ്. പക്ഷെ വെർസാച്ചെ കുറേ പെർഫ്യൂംസൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സാധനം. പക്ഷേ
എനിക്ക് പറ്റിയതൊന്നുമല്ല. നമ്മൾ കുടിക്കാറും ഇല്ല, ഒന്നും ചെയ്യാറില്ല. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ബിയറൊക്കെ കുടിച്ചെന്നേ ഉള്ളൂ. പക്ഷേ അത് ഇത്രയും താല്പര്യമൊന്നും ഇല്ല കുടിക്കാനായിട്ട്. ഇനിയിപ്പം ഇതെന്താണ്, ഡ്യൂട്ടി ഫ്രീ ആണ് എല്ലാം. അവിടെയാണ് ഫുഡ് കോർട്ടുള്ളത്. ഫുഡ് കോർട്ടിൽ പോകാൻ താല്പര്യമില്ല. എൻ്റെ അടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് കാലയിൽ എന്തോ കൊണ്ട് എവിടെ എൻ്റെ ഗേറ്റൊക്കെ അവിടെ അല്ലേ. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 12:30 ഒക്കെ ആയപ്പോഴായിരുന്നു ഇറങ്ങിയത്. എയർപോർട്ടിലെത്തിയപ്പം 5 മണി. അവർ പറഞ്ഞത്, ട്രാവലേഴ്സുകാർ പറഞ്ഞത് ഒരു 7 o'clock എത്തിയാൽ മതി, ആ ഒരു രീതിയിൽ. അപ്പം അവർ തന്നെ പറഞ്ഞു നമ്മൾ 12:30 ഇറങ്ങാം എന്നുള്ള ഇത് പറഞ്ഞു. 12:30 ഇറങ്ങിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 5:30, കറക്റ്റ് 5:30 ആയപ്പോൾ ഞാനിവിടെ എത്തി. പക്ഷെ അന്നേരം പിന്നെ 5:30 തൊട്ട് അകത്ത് കയറി. പിന്നെ 7:30 വരെ ഞാൻ ആ ഗേറ്റ് കൗണ്ടറുടെ മുന്നിൽ, സിംഗപ്പൂർ എയർലൈൻസിൻ്റെ കൗണ്ടറുടെ മുന്നിൽ തന്നെ ഇരിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഇനി അതെല്ലാം കഴിഞ്ഞ് ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഞാനിനി എൻ്റെ ബാഗിൽ, എനിക്ക് വിശക്കണമൊന്നുമില്ല. ഞാൻ ലഞ്ചൊക്കെ കഴിച്ചിട്ടായിരുന്നു ഞാൻ ഇറങ്ങിയത്. അത് കാരണം വിശപ്പില്ല. ബട്ട് എൻ്റെ ബാഗിലൊരു പഴമുണ്ട്. ഞാൻ ആ പഴം കഴിച്ചിട്ടങ്ങ് ഇത് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ അപ്പം ഞാൻ പഴം കഴിച്ച് കഴിഞ്ഞിട്ട് മെസ്സേജ് ചെയ്യും. എൻ്റെ ഗേറ്റ് നമ്പർ 68 ആണ്, സിംഗപ്പൂർ എയർലൈൻസിൻ്റെ. അപ്പം ഗേറ്റ് നമ്പർ 68. ഇവിടെ 65 to 78 ഉണ്ട്. നേരെ വേണം. 65 to, ഞാൻ കാണിച്ചു തരാം. ഇവിടെ 65 കാണാൻ പറ്റുന്നുണ്ടോ? പണ്ടാണ് ഞാൻ സൂമിൽ നിന്നൊന്നും ചെയ്യാറില്ല. ഇവിടെ 65 to 78 നേരെ വേണം. നേരെ മാർഷലിൻ്റെ സ്പീക്കേഴ്സൊക്കെ ഉണ്ടല്ലോ. പൈസ സേവ് ചെയ്യണം. അടുത്ത വേറൊരു ട്രിപ്പും കൂടി വരാനുണ്ട്. അതാണ് പൈസ സേവ് ചെയ്യേണ്ടത്. ഇനി 68 ഇന്ത്യ 68 ഓക്കെ അവിടെ. ഇനി ആ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് വീട്ടുകാരെ എല്ലാം വിളിച്ചിട്ട് പറയണം എത്തി എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ എയർപോർട്ട് പൊളിയാണ് കേട്ടോ. നമ്മളുടെ സാധാരണ ഇക്കണോമിയാണ്. എല്ലാ പ്രാവശ്യം എടുക്കുന്ന പോലെ തന്നെ ഇപ്രാവശ്യം അത് തന്നെ ഇക്കണോമി. ഇന്നലെ എനിക്ക് മെസ്സേജ് വന്നായിരുന്നു ഫ്ലൈറ്റ് ഡിലേ ആവും 1 hour, കാരണം ഇന്ത്യൻ എയർ സ്പേസ് ക്ലോസ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഇന്ന് രാവിലെ ആയപ്പോൾ മെസ്സേജ് വന്നു, ഞങ്ങൾ എന്തൊക്കെയോ പറയണുണ്ട്. ഇന്ന് രാവിലെ പിന്നെ മെസ്സേജ് വന്ന് എന്തോ പറയണേ, ഇന്ത്യൻ എയർ സ്പേസ് റീഓപ്പൺ ആയി, അത് കാരണം ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ തന്നെ ആയിരിക്കും എന്നുള്ളത്. ഇവിടെ കാണാമോ എത്ര മണിയായി? എവിടെയാണ് കാണുന്നത്? 11:40 സിംഗപ്പൂർ എയർലൈൻസ്. അവിടെ എങ്ങാണ്ടാണ്. ക്ലിയർ ആണോ എന്നല്ല തോന്നുന്നില്ല. അപ്പം നമ്മളുടെ ഞാൻ ഇത് നോക്കണതിൻ്റെ ഗേറ്റ് നോക്കാൻ പറഞ്ഞു. 68 ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. ഞാൻ ചെറിയ ബാഗ് ഉണ്ടെന്നൊന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ അടുത്ത ഒരു ട്രിപ്പും കൂടെ ഉണ്ട്, അന്നേരം എനിക്ക് വലിയ ബാഗിൻ്റെ ആവശ്യം വരും. അത് കാരണം പിന്നെ ചെറിയ ബാഗ് എടുത്തില്ല, വലിയ ബാഗ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കഴിക്കണം, വിശക്കണമുണ്ട് ഇപ്പം. പക്ഷെ ഫ്ലൈറ്റിൽ ഫുഡുണ്ട്. എനിക്ക് ബുക്ക് ചെയ്തപ്പോൾ സിംഗപ്പൂരുടെ എപ്പോഴും ഫുഡ് ഉള്ളതാണ്. ഞാനാണ് വണ്ടി ഓടിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് വരണേ. ബാലാജി. ബോർഡിങ് 10:30 എന്തോ ആണ്. ഞാൻ വിചാരിച്ചു എൻ്റെ പുറത്തോട്ടായിരിക്കും വീഴുന്നതല്ല. ഇപ്പോൾ ഫ്രീ വൈഫൈന്ന് എഴുതിയിട്ടുണ്ട്. കളക്ട് ചെയ്യാനായിട്ട് ഇവിടെ കോഡ് വരും. പക്ഷേ ഈ പണ്ടാരം നടക്കണില്ല. വെരി ഗുഡ്.
8:40 9:40. നമുക്ക് ഓൾമോസ്റ്റ് 2 hours ഉണ്ട് ഇനിയിപ്പം ഇവിടെ ഇത് ചെയ്യാനായിട്ടുള്ള. ഇത് ഇതുവരെ തുടങ്ങിയിട്ടൊന്നുമില്ല. എന്തോ മസ്കറ്റിലേക്ക് പോകാനായിട്ടുള്ള ഇതാണ് ഇവിടെ, ഗേറ്റ് നമ്പർ 68. അപ്പം നമ്മൾ പിന്നെയും തിരിച്ചു പോകുന്നു. എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരാം. ആര്? ഞാനോ? ആഡ് ചെയ്തോ? ഞാൻ ഇമിഗ്രേഷനിൽ നിന്നുണ്ട്. ആ ഹലോ ഹലോ. ഇല്ല കയറിയില്ല. ഞാനിവിടെ നടക്കുവാ. 2 മണിക്കൂറുണ്ട് ഇനി കയറാനായിട്ട്. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണ കാരണം അവർ എന്നോട് പറഞ്ഞു എന്തുവാ, ഇപ്പം എൻ്റെ ഗ്രൂപ്പ് 6 ആണ്. ഗ്രൂപ്പ് 6 ആയ കാരണം ഏറ്റവും ലാസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം 4 and 5 ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല, നിങ്ങൾ മുന്നിൽ കയറി പോയിക്കെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യുകയാണിപ്പം. Sorry? Yeah. സോ ദീദി പൂച്ചരിത്തി ചേച്ചി ചോദിക്കായിരുന്നു വ്ളോഗിങ് ചെയ്യുവാണോ എന്ന്. ഞാൻ പറഞ്ഞു അതെ. ഹായ്. ഓക്കെ, താങ്ക് യു. Okay. Okay, thank you. Grade 6, okay. Thank you. Welcome on board. Thank you. 48C. Okay, ഇതാണ് നമ്മളുടെ. അപ്പോൾ ഇപ്പം ഞാനിവിടെ കയറി അകത്ത് സീറ്റിലിരുന്നിട്ടുണ്ട്. സിംഗപ്പൂരിൽ രാവിലെ ഒരു 7:40 ഒക്കെ ആകുമ്പോഴായിരിക്കും എത്തണത്. ഇപ്പം ഇവിടെ കേൾക്കാൻ പറ്റണുണ്ടോ ഇല്ല എന്നുള്ള അറിഞ്ഞുകൂടാ എനിക്ക്. നോക്കാം, എന്തായാലും നമുക്ക് സെറ്റാക്കാം. ഇപ്പം ഇവിടെ ടൈം ആയിരിക്കുന്നു 11:36. 11:40 ആകുമ്പോഴാണ് ടേക്ക് ഓഫ് ചെയ്യണത്. അതുവരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ സിംഗപ്പൂരിൽ ലാൻഡായിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ ഒരു കോഫി, ഇവിടെ ബർഗർ കിങ് ഉണ്ടായിരുന്നു, വേറെ ഒരു കോഫി ഷോപ്പും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പം ഞാനിവിടെ എൻ്റെ ഇനി 40 മിനിറ്റ്സിൽ ഇതുണ്ട്. 30 മിനിറ്റ്സിൽ ഇപ്പം ഇതാണ് എന്താ പറയണേ, ബോർഡിങ് തുടങ്ങും. അപ്പോൾ ഞാനിവിടെ ബർഗർ കിങ്ങിൽ കയറിയിട്ട് പെട്ടെന്ന് ഒരു ബർഗറും മേടിച്ച് ഒരു കോഫിയും മേടിച്ചു. ഒരു ചിക്കൻ ബർഗറാണ്, ഗ്രിൽഡ് ചിക്കൻ ബർഗർ. അതും മേടിച്ചിട്ട് ഇനിയിപ്പം പോകും. എനിക്ക് ഇച്ചിരി ഇവിടുന്ന് നടക്കുവാണെങ്കിൽ ഒരു 6 to 7 മിനിറ്റ്സ് വാക്കിംഗ് എൻ്റെ ടെർമിനലെത്തും. അങ്ങനെ ഇവിടുന്ന് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇതിനു മുന്നേ സിംഗപ്പൂർ വന്നപ്പം എയർപോർട്ടിൽ അത് പാരൻസിൻ്റെ കൂടെ ആയിരുന്നു വന്നത്. അന്നേരം എന്തായിരുന്നു കഴിച്ചത്, ഒരു ആൽമണ്ട് ക്രസോണ്ടായിരുന്നു കഴിച്ചത്. ആൽമണ്ട് ക്രസോണ്ടും ഫ്ലാറ്റ് വൈറ്റും. ഇനിയിപ്പോൾ എന്തോ ക്യാപ്പച്ചീനോ ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്കാം എങ്ങനെ ഇരിക്കുന്നു.
എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര സോൾട്ടിയാണ്. ഇപ്പോൾ സ്കൂട്ടിൻ്റെ എയർലൈൻസാണ്. സിംഗപ്പൂരിന് അടുത്ത സിഡ്നിയിലേക്ക് വേണ്ടിയിട്ട് സ്കൂട്ടിൻ്റെ ഇതാണ്. കുറേ നേരമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 5 മിനിറ്റ് മുന്നേ കയറിയത്. എൻ്റെ സീറ്റാണ്, വിൻഡോ സീറ്റാണ്. നോക്കട്ടെ. Hi, 24K. Thank you. Hello, ma'am. 24. അപ്പം നമ്മുടെ സീറ്റാണ് അത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇത് കാണാൻ പറ്റുമോ? അത് തന്നെയാണ് ആ സെയിം ഇതില്ലേ. സ്കൂട്ട്, അതാണ് എൻ്റെ ഇപ്പം സിംഗപ്പൂരിൽ നിന്നുള്ള എയർലൈൻസ്. ഇവിടുന്ന് ഒരു എത്ര നേരം എടുക്കുമെന്നറിയത്തില്ല. ഇപ്പോഴാണ് ഇവരെ കയറ്റാൻ തുടങ്ങിയത്. അവിടെ അവരുടെ ഡിസ്പ്ലേയിൽ എഴുതിയേക്കുമായിരുന്നു ലാസ്റ്റ് കോൾ 5 മിനിറ്റ്സ്, ലാസ്റ്റ് കോൾ 5 മിനിറ്റ്സ് എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ പിന്നെ ഇപ്പോഴാണെന്ന് കയറിയത്. എന്തൊക്കെയോ കുറേ വിളിച്ച് പറയാമായിരുന്നു. ഞാനിങ്ങനെ ഇയർഫോൺ ഇട്ടുകൊണ്ട് ചുമ്മാ ഇരിക്കുമായിരുന്നു. പക്ഷേ വ്യൂ ഇവിടുന്ന് പൊളിയാണ്, ഞാൻ കാണിക്കാവേ. ഇങ്ങനെ യെസ്. സോ ഇനിയിപ്പം വെയിറ്റ് ചെയ്യുക എപ്പോഴാണ് ഇവർ ടേക്ക് ഓഫ് ചെയ്യണേ. ആരും വരാതിരുന്നാൽ മതി എൻ്റെ സൈഡിൽ. എനിക്കതാണ് ഇഷ്ടം. കാരണം എനിക്ക് അധികം നേരം വിൻഡോ സൈഡിലിരിക്കണത്, അകത്തിരിക്കണത് ഇഷ്ടമില്ല. പക്ഷെ ഭാഗ്യത്തിന് എനിക്ക് മിഡിൽ സീറ്റ് കിട്ടിയില്ല. എനിക്ക് മിഡിൽ സീറ്റ് ഒരിക്കലും ഇഷ്ടമല്ല. കാരണം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടിരിക്കും. അങ്ങനെ ഇപ്പോൾ ഇവിടെ ലെഗ് റൂം ഇനഫായിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാൻ ഈ ബാഗ് ഇങ്ങനെ താഴോട്ടായിരിക്കും പുഷ് ചെയ്ത് ഇരിക്കണം എപ്പോഴും. ഞാൻ മുകളിലൊന്നും കയറ്റി വെക്കാറില്ല. സോ ഇനഫ് റൂമുണ്ട്. ഫുഡ് കഴിക്കാനും ഫുഡൊക്കെ ഇങ്ങോട്ട് വന്നോളും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗപ്പൂരുടെ ബജറ്റ് എയർലൈൻസ് ആണ്. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ തന്നെ ബജറ്റ് എയർലൈൻസ് ആണിത്. ഇനി എത്ര നേരം ഇരുന്നാലായിരിക്കും പോകുന്നതെന്നൊന്ന് അത് അറിഞ്ഞൂടാ. അങ്ങനെ പക്ഷേ എനിക്കിവിടെ ചാർജിങ് ചെയ്യാനായിട്ട്, കാരണം ക്യാമറയ്ക്ക് ഇപ്പം ബാറ്ററി എത്ര ഉണ്ടെന്ന് നോക്കുവാണെങ്കിൽ 39% മാത്രമേ ചാർജ് ഉള്ളൂ. അപ്പം 39% നിന്നുള്ള എൻ്റെ അടുത്ത് വേറെ എക്സ്ട്രാ ബാറ്ററീസ് ഉണ്ട് ഇതിൻ്റെ കൂടെ കിട്ടിയതുള്ള, അത് യൂസ് ചെയ്യും ഇല്ലെങ്കിൽ. പക്ഷേ യെസ്, അങ്ങനെ നോക്കട്ടെ ഇത് ചാർജിങ് എവിടെയായിരിക്കും പറ്റണേന്ന്. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യണ സമയത്ത് റെക്കോർഡ് ചെയ്യാം ബാക്കി.